ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയൊക്കെ കഴുകുകയാണ് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി കൊടുക്കുകയേ ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ കുഞ്ഞാക്ക തന്നെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ പോകേണ്ട സംഭവങ്ങളൊക്കെ ഒരുക്കാനും കുട്ടികളെ ഒരുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കാർ വാഷൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കുളിയും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ തന്നെ റിസ്ക് എടുത്ത് ചെയ്യണം. കാരണം എനിക്കൊരു ക്യാമറമാൻ ഇല്ല കേട്ടോ. അതിൻ്റെ സങ്കടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ. കാരണം വീഡിയോ എടുക്കാനും ഞാൻ തന്നെ വേണം, എല്ലാറ്റിനും ഞാൻ തന്നെ വേണം കേട്ടോ. ആരും എനിക്ക് ഹെൽപ്പറൊന്നുമില്ല. അങ്ങനെ ഇന്നും ഫാദിക്കുട്ടി എന്നെ മുന്നിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ രണ്ടാളും കൂടെ തന്നെ ഭയങ്കര തല്ലായിരിക്കും കേട്ടോ. എനിക്ക് മുന്നിലിരിക്കണം എന്നുണ്ട്. പിന്നെ നമ്മളെ കാര്യമൊന്നും പറയണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തായാലും ഞാനും സച്ചു ഉമ്മയുണ്ട് കേട്ടോ ഞങ്ങളെ കൂടെ. ജസ്റ്റ് ഒന്ന് ഫിൽറ്റർ ഇട്ടതാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവൻ എന്നെ മുന്നിലിരുന്നിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു പാർക്കിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നാത്തൂൻ്റെ വീട്ടിലും കൂടെ പോകണം. അപ്പോൾ എന്തായാലും ഒരു പോക്കിന് രണ്ടും കൂടെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ്. ആദ്യം നമ്മൾ പാലക്കാട് മാളിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ കുട്ടിയുടെ വീട്. ഇവരെപ്പോഴും പറയും ഇത് കാണണം എന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ പാർക്കിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇത് പാലക്കാട് കോങ്ങാടാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഹിൽ ആൻഡ് ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ എല്ലാ പാർക്കും പരസ്യം കണ്ടിട്ടാണല്ലോ പോവാറ്. ഇതും അങ്ങനെ തന്നെ പോയതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാർക്കുള്ള കാര്യം തന്നെ നമുക്കറിയില്ലായിരുന്നു. പിന്നെ കുഞ്ഞാക്ക ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ടെന്തോ കണ്ടിട്ട് നമ്മളങ്ങനെ പോയതാണ്. അങ്ങനെ ഇതൊരു വലിയ മലമുകളിലാണ് കേട്ടോ. വണ്ടി പാർക്കിങ്ങിന് തീരെ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു 4-5 വണ്ടികളൊക്കെ വന്നാൽ പിന്നെ നമുക്ക് വണ്ടി പാർക്കിങ്ങിനുള്ളൊരു സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വണ്ടി തിരിക്കാനോ ഒന്നും നമുക്കില്ല. നമ്മൾ ഇപ്പോൾ എടുത്ത പുതിയ കാറാണ്, അതുകൊണ്ടാണ് കേട്ടോ പോയത്. പക്ഷേ അതിൻ്റെ സൈഡും സംഭവങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു വണ്ടിക്ക് തന്നെ ശരിക്കും പോകാൻ പറ്റണ അത്രയൊരു റോഡ് വീതി ഇല്ല കേട്ടോ. എന്തായാലും നമ്മളെപ്പോലെ പരസ്യം കണ്ടിട്ട് വന്നതാണെങ്കിലും ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ വണ്ടി സൗകര്യം പാർക്കിംഗ് സൗകര്യം ഒന്നും ഇല്ലെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മലമുകളിലാണ്. പക്ഷെ ഇപ്പോൾ വരുന്ന എല്ലാ പാർക്കും ഏകദേശം ഇങ്ങനെ തന്നെയാണ് അല്ലേ, മലേൻ്റെ മുകളിൽ അങ്ങനെ സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനെയുള്ള അത്രയും കൂടുതൽ സ്ഥലം നമുക്ക് കിട്ടുന്നത്. പിക്സും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. പിന്നെ വെള്ളത്തിൽ പോകുന്ന ഈ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സച്ചിന് അതിലൊക്കെ കയറാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മളതിലൊന്നും പിന്നെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കൂടുതൽ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം തന്നെ ഉള്ളൂ. ടിക്കറ്റിന് 30-40 രൂപ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ തോന്നുന്നു. കുട്ടികൾക്ക് വൈകുന്നേരം കളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ അടുത്തുള്ളവർക്കൊക്കെ വരാൻ നല്ല ഒരു സംഭവമാണ്. പക്ഷെ നമ്മളൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ് കേട്ടോ. പിന്നെ പറയത്തക്ക റൈഡും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഗ്ലാസ് പാലുണ്ട്, അവിടെ കയറാൻ വേണ്ടിയിട്ട് 100 രൂപ തന്നെയാണ്. നമ്മൾ അവിടെ ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു അരമണിക്കൂർ പോലും നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേഗം മടങ്ങിട്ടോ. ടിക്കറ്റ് ഒന്നും മുതലായില്ല. പിന്നെ നമ്മൾ നേരെ ഒരു കോഫി ഷോപ്പിലോട്ടാണ് കേട്ടോ കയറിയത്. കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബേക്കറിയിലോട്ടാണ്. അപ്പോൾ ഇവർക്കൊക്കെ ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനും അതിന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. പിന്നെ ഒരു മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ നാത്തൂൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു സ്നിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ബേക്കറി നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളി കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മുണ്ടൂർ ഭാഗത്താണ് വരുന്നത്. മുട്ടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ബാക്കി വെക്കണ സംഭവമൊന്നുമില്ല, അല്ലെങ്കിൽ എടുത്ത് വെക്കുക അങ്ങനെയൊന്നുമില്ല. കിട്ടിയ ആ ഒരു ടൈമിൽ തന്നെ കഴിക്കട്ടെ. അപ്പം ഉമ്മാക്കും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുട്ടായി, അതുപോലെ കടല മുട്ടായിയൊക്കെ. അപ്പോൾ ഞാനും ഉമ്മയൊക്കെ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാക്കാക്ക് പിന്നെ എന്തോ ഗുളിക എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പോയതായിരുന്നു. ആദ്യം ആ ഒരു സീറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുന്നിലിരിക്കണം എന്ന് ഭയങ്കര ഇതിലാണ് കേട്ടോ നിൽക്കാറ്. പക്ഷെ അവനെ ആ ഒരു സീറ്റ് വിട്ട് തരൂല കേട്ടോ. സച്ചുവിനും എനിക്കും ഉമ്മാക്കും ഒന്നും വിട്ട് തരൂല കേട്ടോ. അവൻ തന്നെയാണ് അതിലിരിക്കാറ്. അപ്പം അങ്ങനെ നമ്മൾ നേരെ നാത്തൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ഒന്ന് ചെന്ന് നോക്കട്ടെ, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, എന്തൊക്കെ കഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ അരിനെല്ലിക്ക കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം മരം ഫുള്ള് കാലിയാക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നാത്തൂൻ്റെ കുട്ടികളെ പാടത്തുനിന്ന് ഞണ്ടിനെ പിടിച്ചിടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കുറേ നേരം കളിപ്പിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും കുഞ്ഞാക്കി മടങ്ങിട്ടോ. കുട്ടികളും ഉമ്മയും അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും മാത്രമാണ് കേട്ടോ തിരിച്ചു വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ക്യാപിറ്റൽ കഫേയിൽ കയറി. ഇത് നല്ലൊരു വൈബാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ഇങ്ങനെ നൈറ്റ് റൈഡിന് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞാക്കോറ നമുക്കൊരു ഫലൂദയും ഷവർമയൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എന്നാലും ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു, രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പോകുമ്പോഴും വിചാരിക്കും ഈ വക ഐറ്റംസ് സംഭവങ്ങളൊന്നും ഇനി കഴിക്കൂലെന്ന് കേട്ടോ. കാരണം ഒന്ന് ഡയറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കും. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടോ കൺട്രോൾ കിട്ടുന്നു. എന്തായാലും അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ നല്ലൊരു ഫലൂദയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫലൂദ പറയാൻ പറ്റില്ല, അത്ര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടുന്ന് മൗസിൽ നിന്നും സംഭവത്തിൽ നിന്നൊക്കെ കഴിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നല്ലൊരു ടേസ്റ്റ്, പിന്നെ അതുപോലെ നല്ലൊരു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ലപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. ചില സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ ഫലൂദ കഴിക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്നും ആവാറില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. അത് ഭയങ്കരമായിട്ട് കുഞ്ഞാക്കാക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അതും വയറ് നിറച്ച് കഴിച്ചു. സച്ചോ ആദ്യം ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ യുദ്ധം ഉണ്ടാക്കട്ടെ, ഞങ്ങളെ കൂട്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അങ്ങനെ
നല്ലപോലെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലോട്ടാണ് പിന്നെ ഫുഡ് പാർസലൊന്നും വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മളെ വയറൊക്കെ ഫുള്ളായിട്ടാണല്ലോ വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. പിന്നെ ഈ ഒരു രാത്രിയിൽ നമ്മൾ നൈറ്റിൽ റൈഡ് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് രാത്രി ഇതുപോലെ കാർ ഓടിച്ച് പോകുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കുഞ്ഞാക്കാൻ്റെ കൂടെയാണല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിലും കൂടുതൽ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് കാറിലിങ്ങനെ പോകുന്നതിൻ്റെ ഭയങ്കര ഒരു ഡ്രീമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ എന്തായാലും അത് നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.